അപ്പുറത്തെ പറമ്പിൽ കുരങ്ങൻ വന്ന കാരണം എവിടെയാണ് എന്താണ് ഇരിക്കണേന്നൊന്നും ഒരു പിടുത്തമില്ല. മയിൽ വരാറുണ്ട്. പിന്നെ ഇപ്പം പുതിയൊരു അംഗമാണ് കുരങ്ങൻ. ഇദ്ദേഹം എവിടുന്ന് വന്നു എന്ന് ഒരു അറിവുമില്ല എനിക്ക്. അപ്പം നമുക്ക് കുരങ്ങൻ വന്നത് പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അങ്ങ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഈ വഴുതനങ്ങ കണ്ട, നമുക്കിതിനെ അങ്ങോട്ട് പൊട്ടിക്കാണ്ടോ. ഈ വഴുതനങ്ങ പൊട്ടിച്ചു. വയലറ്റ് വഴുതനങ്ങ, നല്ല വഴുതനങ്ങ കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ പൊട്ടിക്കാൻ നമുക്ക്. കുരങ്ങൻ വന്നാൽ എന്താണെന്നറിയോ, ഇതൊക്കെ പൊട്ടിച്ച് തിന്നും. നമ്മുടെ അധ്വാനം വെള്ളത്തിലായില്ലേ. പിന്നെ ഇന്നിപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയാണ് കേട്ടോ. വെണ്ട നിൽക്കണം കണ്ടോ, വെണ്ട നിൽക്കണം നിൽക്കുന്നു കണ്ടോ. ഇങ്ങനെയാണ് ഇത് കണ്ടോ. ഇപ്രാവശ്യത്തെ വെണ്ട കൃഷി എനിക്ക് അത്ര ഇഷ്ടമായില്ല. വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെടിക്കൊരു ആരോഗ്യമില്ല. ചെടി നിൽക്കണം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഇതൊരു നാടൻ വെണ്ട ചെടിയാണ് കേട്ടോ. ഇദ്ദേഹത്തിനെ ഞാൻ പൊട്ടിക്കുകയാണ്. പക്ഷേ വെണ്ടക്കായ ഇതുപോലെ ഉണ്ടാവും. പക്ഷെ 2 ഇല ഇതേ ഉള്ളൂ. വളമിട്ട് കൊടുക്കാണ്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാതെയോ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്രാവശ്യം ഉണ്ടായെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വീണ്ടും വെള്ളവും വളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് ഒരു ഈ വെണ്ട കൃഷി ഇങ്ങനെ ഒരു സുഖമില്ലാതെ ആവുന്നത്. ചിലപ്പോൾ അത് വിത്ത് നല്ല ക്വാളിറ്റി വിത്തായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്. ചെടി ഇത് നമ്മുടെ കൊമ്പൻ വെണ്ടയ്ക്കാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് നന്നായിട്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷങ്ങളിലൊക്കെ നന്നായിട്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാനേ വെണ്ടയ്ക്ക ചെറുതാണെങ്കിലും അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ വലുതാവാൻ നിന്നാൽ കൃഷി അങ്ങോട്ട് മൂത്ത് പോവും. അപ്പം സാമ്പാറിനുള്ള വെണ്ടയ്ക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെണ്ടയ്ക്കൊന്നും വേണ്ടല്ലോ. ഒരുപാട് പച്ചക്കറി നമ്മളുണ്ടാകുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മറഞ്ഞ് വീണ് കിടക്കുക. ഇന്ന് ഞാൻ ഇതിനെ അങ്ങ് വെച്ച് കൊടുക്കണം നന്നായിട്ട്. അവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹത്തിനെ അങ്ങ് പൊട്ടിക്കുകയാണ്. ഇതാണ് എൻ്റെ വെണ്ടക്കായ. പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇപ്രാവശ്യം പൊതുവെ പച്ചക്കറി കൃഷി വെണ്ടയും വഴുതനങ്ങയും അത്ര എനിക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. പിന്നെ ഒന്നും ഞാൻ പറയണ്ടോ, ഒരു 10-12 വഴുതനങ്ങ ചെടി എൻ്റെ വാട്ടരോഗം വന്നിട്ട് കേടുവന്ന് പോയി. നല്ല രീതിയിൽ വന്നതായിരുന്നു. എന്താ പെട്ടെന്ന് ഉണ്ടായിന്ന് ഭഗവാനെ അറിയുള്ളൂ. മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തു, അതിന് സൂഡോമോണസൊക്കെ ഒഴിച്ച് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാനാ. അതുകൊണ്ട് കുറച്ച് വഴുതനങ്ങ ചെടികളേ ഉള്ളൂ. എല്ലാ മോഡലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പച്ച, വെള്ള, വയലറ്റ്, ഉണ്ട, നീളനൊക്കെ ആയിട്ടുള്ളത്. വെള്ളയും പച്ചയും വയലറ്റും നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ വലുതായിട്ട് വേണം. അത് ഞാൻ ഈ 10-12 വഴുതനങ്ങ ചെടി കേട് വന്നപ്പോൾ ഞാൻ പോയിട്ട് കുറച്ചും കൂടി മേടിച്ചു കൊണ്ടുവന്നു തൈകൾ. നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. വേറെ നഴ്സറികളിൽ നിന്ന് പല നഴ്സറിയിൽ നിന്നാണ് ഞാൻ മേടിക്കാറ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാം. എൻ്റെ പടവലങ്ങ കുറച്ചും കൂടി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുള വന്നു തുടങ്ങി. ചേമ്പൊക്കെ മുള വന്നു തുടങ്ങി.
ഇവിടെ ചേന നട്ടിട്ടുണ്ട്. ചേന പിന്നെ മഴക്കാലത്തല്ലേ മുളയ്ക്കുള്ളൂ. പടവലങ്ങ ചെടി ഇതേ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മൂന്നാമത് വാങ്ങിച്ച വഴുതനങ്ങ ചെടിയാണ്. അതിന് ഞാൻ തടക്ക വാങ്ങി മണ്ണൊക്കെ വളക്കിട്ട് കൊടുത്ത് മണ്ണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അതൊക്കെയായിരുന്നു പണി. വീഡിയോ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പണിയെടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജോലി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇവരൊക്കെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് വയലറ്റ് വഴുതനങ്ങ കേട്ടോ. ഉണ്ട വയലറ്റ് വഴുതനങ്ങയാണ്. ഇനി നമുക്ക് പടവലങ്ങ ഒന്ന് നോക്കാം. പൊട്ടിക്കാറായിട്ടുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കാം. ഇവനെ അങ്ങ് പൊട്ടിക്കാം. ഇവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ നിപ്പൊക്കെ കണ്ടിട്ട് ഞാനിതിനെ അങ്ങ് പൊട്ടിക്കുകയാണ്. കാരണം ഒരുപാട് നമ്മളങ്ങോട്ട് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല. ഇതുപോലെ ഉണ്ടായി. എൻ്റെ ഒരു 6 പടവലങ്ങ കേടുവന്ന് പോയി. ഇതുപോലെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടായതാണ്. കുറച്ച് ചെറുതാണ് പടവലങ്ങ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവൻ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ആയിട്ടുണ്ടാണോ? ഒന്നും കൂടി ആവട്ടെ. നിർത്താനും പേടി. ഈ മഴക്കാർ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കാരണം പേടിയാണ്. കാരണം എന്താണെന്നറിയോ, മഴയത്ത് സാധനങ്ങൾ കേടുവരികയെ. ഇത് ഇവിടുത്തെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നമുക്ക് പൊട്ടിക്കാം. ഇവിടുത്തെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കെട്ടൊന്ന് അഴിക്കട്ടെ. അത് ഈ കെട്ടഴിക്കണം. ഇവന്മാരെ പേടിച്ചിട്ട് കെട്ടണതാ. ചിലപ്പോൾ ഈ പീക്കോക്ക് വന്നിട്ട് വെറുതെ കൊത്തിയിടും, കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ അതിനെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, പിന്നെ കീടങ്ങൾ വരാണ്ടിരിക്കാൻ മറ്റേ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കീടശല്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് അടുത്ത അവതാരം വന്നത് കുരങ്ങൻ. എൻ്റെ ഭഗവാനേ, എന്താ ചെയ്യാല്ലേ. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. കണ്ടാ, ഇവനെ നമുക്കങ്ങ് പൊട്ടിക്കാം. എൻ്റെ നായക്കുട്ടികൾ അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട്. എനിക്ക് സംശയമുണ്ട് കുരങ്ങൻ എൻ്റെ വീടിൻ്റെ പ്രദേശത്ത് വന്നിട്ടുണ്ടോ എന്ന്. കണ്ടോ, ഇങ്ങനെ ഞാൻ പൊട്ടിച്ചു കേട്ടോ. കവറൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ഇവിടെ ഇരിക്കട്ടെ, അല്ലാണ്ട് ശരിയാവില്ല. ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃഷിക്കാരനായാൽ എന്തൊക്കെ നോക്കണമല്ലേ. ഇന്നലെ കുറേ പൊട്ടിച്ചില്ലേ. ഇപ്പോൾ പച്ചക്കറിക്ക് എന്താ വില എന്നറിയില്ല. മാർക്കറ്റിൽ 1 കിലോ പടവലങ്ങയ്ക്ക് 35 രൂപ എന്നാണ് അന്ന് പറഞ്ഞത്. എനിക്ക് തന്നു കേട്ടോ. 35 രൂപ വെച്ചിട്ട് എനിക്കിത് കിട്ടിയിരുന്നു. ഇത് പൊട്ടിക്കാം അല്ലേ? അത് പൊട്ടിക്കണോ? എന്താ വേണ്ടേ? പൊട്ടിക്കണ്ടേ ദേഹത്തിന്? ഞാൻ പൊട്ടിക്കുകയാണ്. കാരണം ചാൻസ് എടുക്കണ്ട. കേടുവന്ന് പോയാൽ പിന്നെ നമ്മൾ തന്നെ വിഷമിക്കണം. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇത് ഉണ്ടായത്. കേടുവന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇത് കണ്ടോ ഒരെണ്ണം കേടുവന്ന് പോയത്. കണ്ട, എന്താ ചെയ്യാം. അങ്ങനെയും കുറേ ഉണ്ട്. ഇതിനെയും ഞാൻ പൊട്ടിക്കുക തന്നെയാണ് കേട്ടോ. ഇരിക്കട്ടെ, അതിനെയും ഒന്ന് അഴിക്കട്ടെ. അഴിച്ചിട്ട് പൊട്ടിക്കാം. പച്ചക്കറി നമ്മൾ അത്രയും നോക്കി അധ്വാനിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ആരാണെങ്കിലും
നമ്മൾ അധ്വാനം വെള്ളത്തിലാക്കുന്ന പരിപാടി നമുക്ക് സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനെയും പൊട്ടിക്കുകയാണ്. ഓക്കെ, എന്തായാലും ചെടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അവനെയും പൊട്ടിച്ചു. എന്താ അതേ കണ്ട, ഞാനേ പ്ലേറ്റൊന്നും കൊണ്ടുവന്നില്ല. ഞാനൊരു ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കണ്ട പടവലങ്ങ ഇനി ഉള്ളതാവട്ടെ. ഇനിയുള്ളത് ആയിട്ട് പൊട്ടിക്കാം. ഇവൻ ആയി വരുന്നേ ഉള്ളൂ. ഇല്ല, ഇവനെയും പൊട്ടിക്കാം. നമുക്ക് തോന്നും ചിലപ്പോൾ മുകളിൽ നിൽക്കുമ്പേ നമുക്ക് തോന്നും അവൻ ഇങ്ങനെയാണ്. ഈ കയറ് കട്ട് ചെയ്യേണ്ടി വരുന്ന തോന്നണേ. കടും കെട്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഞാൻ പൊട്ടിക്കുക തന്നെയാണ്. പൊട്ടിച്ചോട്ടാ. നമുക്ക് 4-5 പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളതൊക്കെ കുറച്ച് വലുതാവട്ടെ, എന്നിട്ടാവാം. അല്ലാതെ പറ്റില്ല. അപ്പോൾ ശരി ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരുപാട് സപ്പോർട്ട് തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.